Hello everyone, welcome to Disha Academy. RRB Group D 2026 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പല പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രം അങ്ങനെയുള്ള വാക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ RRB Group D 2026 കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറും അതിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും ഏതൊക്കെയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കംപ്ലീറ്റ് അവയർനെസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരൊറ്റ സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. പലരും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ 10ാം ക്ലാസ് തന്നെയാണോ യോഗ്യത എന്നുള്ളത്, അല്ലെങ്കിൽ ITA വേണോ നിർബന്ധമാണോ എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇതുവരെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആയില്ലെങ്കിൽ പോലും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് 10th ക്വാളിഫിക്കേഷൻ ആണ്. ഈ കുറേ നാളുകൾക്ക് ശേഷമാണ് 10th അത് മാറ്റിയത്. അതുകൊണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു ചേഞ്ചും ഈ പറയുന്ന ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ 10ാം ക്ലാസ് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും. ITA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും 10th ക്വാളിഫിക്കേഷൻ തന്നെയാണെന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തുകയാണ്. വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു സിലബസ് ലെവലും എന്ത് തന്നെയാണ്, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. റെയിൽവേ ആയതുകൊണ്ട് തന്നെ DVയും മെഡിക്കലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കടക്കേണ്ട ഒരു 4 സ്റ്റേജസ് ആണ് പറയുന്നത്. പക്ഷേ ഈസിയാണ്. ഏതൊരു റെയിൽവേ എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാലും ഗ്രൂപ്പ് D എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഫസ്റ്റ് എക്സാം തന്നെയാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ RRB Group D കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 10th +2 ലെവലിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ ആ പഠിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. 10th തന്നെയാണ് ബേസിക് ചോദിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സബ്ജക്ട് എന്താണ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന 30 ക്വസ്റ്റ്യന് വരുന്നത് ഏതിൽ നിന്നാണ്, റീസണിങ് ആണ്. ഏറ്റവും കുറഞ്ഞ ആ ഒരു ലോജിക്കൽ എബിലിറ്റി യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഒരുപാടൊന്നും ചിന്തിക്കാൻ ഒന്നും ആവശ്യം വരാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഈ 30ൽ 30ഉം ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കിനായിരിക്കും റീസണിങ് സെഷനിൽ നിന്ന് വരുന്നത്. അത് കഴിഞ്ഞ് ജനറൽ സയൻസ് ആണ്. നിങ്ങൾ 10 +2 ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള, മെയിൻ ആയിട്ട് 10 ആണെങ്കിലും +2ലൊക്കെ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ഈ 3 സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന ജനറൽ സയൻസ് സബ്ജക്റ്റും എത്രയാണ്, 25 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ 25 മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ ജനറൽ സയൻസ് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ GK പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ഈസിയാണ് ജനറൽ സയൻസ് പഠിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കാരണം എന്താണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഇന്ന ഡിവിഷനിങ്ങോടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ ഇപ്പോഴേ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം അനലൈസ് ചെയ്ത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് ഈ പറയുന്ന ജനറൽ സയൻസിലെ 25 ഏകദേശം ഒരു 24ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളെ കൊണ്ട് വായിച്ച് പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരു സാധനം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ജനറൽ സയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലൊന്നും ഒരു ടെൻഷൻ വിചാരിക്കേണ്ട. പിന്നെ വരുന്ന മാത്സ് ആയാൽ പോലും QA എന്ന് പറയുന്ന പോർഷൻ ആയാലും നിങ്ങൾക്ക് എന്താണ്, 10ാം ക്ലാസ് ലെവലിലുള്ള QA ചോദിക്കുകയുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് റെയിൽവേക്ക് വേണ്ടിയാണ്. അപ്പൊ റെയിൽവേക്ക് വരുന്ന കുറെ സെഷൻസ് ഉണ്ട്, മാത്സിൽ തന്നെ കുറെ സെഷൻസ് ഉണ്ട്. അപ്പൊ ആ സെഷൻസ് നിങ്ങൾ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്ത് നിങ്ങളുടെ രീതിയിലുള്ള ആക്യുറസിയും കാൽക്കുലേഷൻ സ്പീഡും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാത്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. QA പൊതുവെ എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുമെങ്കിൽ പോലും അതും നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ 25 മാർക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒരൊറ്റ സെഷനെ നമുക്ക് എല്ലാത്തിലും ഉള്ളൂ. അതേതാണ്, നമ്മുടെ GK സെഷനാണ്. GK ജനറൽ അവയർനെസ്സും കറണ്ട് അഫേഴ്സും കൂടെ ചേർന്ന് വരും. കാരണം അത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്.
നമ്മൾ ചിലപ്പോൾ എല്ലാം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയെന്നിരിക്കില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്നില്ല. പക്ഷെ അത് മാത്രമാണ് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്ന സ്റ്റേജ്. എങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി കൊടുത്ത് കൃത്യമായിട്ടുള്ള ബുക്കുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ന്യൂസ് പേപ്പറൊക്കെ റെഗുലർ ആയിട്ട് റീഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ആ ഒരു 20 ക്വസ്റ്റ്യൻസിൽ ഏകദേശം ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത ചില ഏരിയസിൽ നിന്നൊക്കെ എന്ത് വരാം, ഈ പറയുന്ന GK കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ ബാക്കിയെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. കാരണം സോഷ്യൽ സയൻസിന്റെ കുറച്ച് ടോപ്പിക്സ് ഏതിൽ വരുന്നുണ്ട്, ഈ പറയുന്ന ജനറൽ അവയർനെസ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു സെഷനിൽ നിന്നും അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലെ സിലബസ് തന്നെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സെഷനിൽ ചോദിക്കുന്നത്. ഓൺലൈൻ മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലാണ്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കും 3 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു സിലബസ് കവറിംഗ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ശ്രമിച്ച് നിങ്ങൾക്ക് ഈ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിൽ 1.5 മണിക്കൂറിൽ കവർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പഠന രീതിയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾ തന്നെയാണ് RRB ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. കാരണം നല്ലൊരു സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നല്ലൊരു സമയം മുന്നിലുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ആ സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് ഫൗണ്ടേഷൻ ഒക്കെ കവർ ചെയ്ത് അതിന്റെ കോറൊക്കെ വർക്ക് ചെയ്ത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഫസ്റ്റ് കടമ്പയാണ് നമുക്ക് ഈ ഒരു കവർ ചെയ്യാനുള്ളത്. അപ്പൊ അതിന് നിങ്ങളെ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യാനായിട്ട് ദിശ അക്കാഡമി പുതിയ ഈ പറയുന്ന പോലെ ഓൺലൈൻ കോഴ്സ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ കോഴ്സ്, ന്യൂ കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. കാരണം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു സമയമാകുമ്പം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പൊ ഇപ്പോൾ അതിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ എല്ലാം അനാലിസിസും ഒക്കെ കഴിഞ്ഞിട്ട് അവർ അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഫാക്കൽറ്റീസ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ക്ലാസ് എടുത്തു തരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യും, ലോഞ്ച് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ദിശ അക്കാഡമി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ അറിയണമെന്ന് പറയുന്നതാണ്. അപ്പൊ സെലക്ഷൻ പ്രൊസീജിയർ ഓക്കെ നമുക്കറിയാം. ഈ ഒരു 4 സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോവേണ്ടത് നമുക്കറിയാം. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളും അറിയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. കാരണം റെയിൽവേ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഫിസിക്കലും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഇത്രയും ഹൈ ആണെന്ന് അല്ലെങ്കിൽ അത് അത്രയും ക്രൂഷ്യൽ ആയിട്ട് കാണേണ്ട ആവശ്യം എന്താണ്? ഇത് വലിയൊരു സേഫ്റ്റി കൺട്രോൾ പൊസിഷനിലാണ് നിങ്ങൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട ഒരു പണിയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അപ്പൊ അത് എല്ലാ കാൻഡിഡേറ്റ്സും അതിനനുസരിച്ചുള്ള ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, സക്സസ്ഫുൾ ആവണം എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ മെഡിക്കലിയും ഫിസിക്കലിയും ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കണം, ബോഡി കണ്ടീഷൻ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. എടുത്തു പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ്, ഒരു ക്രോണിക് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. പ്രധാനമായിട്ടും നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, റെസ്പിറേറ്ററി റിലേറ്റഡ് ശ്വാസമുള്ള. കാരണം നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഫീൽഡ് ഡ്യൂട്ടികളുണ്ട്, ട്രാക്ക് മെയിൻ്റനൻസ് തുടങ്ങിയ ഡ്യൂട്ടികളുണ്ട്, ഓവർനൈറ്റ് സ്റ്റേ ചെയ്ത് ചെയ്യേണ്ട ഡ്യൂട്ടികളുണ്ട്, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ചെയ്യേണ്ട ഡ്യൂട്ടികളുണ്ട്. അപ്പോൾ ഒരുപാട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരുപാട് ജോലികൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ ഒരു ലാഗും വരുത്താതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താതെ അത് ചെയ്ത് തീർക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പം കാർഡിയോവാസ്കുലർ, റെസ്പിറേറ്ററി, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഡയബറ്റീസ് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്, സാമ്പിൾ ടെസ്റ്റുകളെല്ലാം അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ചെയ്യുന്നതാണ്. അതുപോലെ നോ മസ്കുലോസ്കെലറ്റൽ ഡിഫോമിറ്റീസ്, നോക്ക് നീകള്, ഫ്ലാറ്റ് ഫീറ്റ്, ഇതൊന്നും
ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് പോലെയുള്ള കുറേ ടാസ്കുകളാണ് ഗ്രൂപ്പ് ഡിക്കകത്ത് വരുന്നത്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് മസ്കുലോ സ്കെലിറ്റൽ ആയിട്ടുള്ള കുറേ ഡിഫോമിറ്റീസും ഉണ്ടാവാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നല്ലപോലെ ഫിറ്റ് ആയിരിക്കണം, ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യാനും ഏതൊരു എൻവയോൺമെന്റൽ കണ്ടീഷനും മഴയത്തും വെയിലത്തും ഏതൊരു സാഹചര്യത്തിലും വർക്ക് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ഉള്ള ഒരു ബോഡി ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ സേഫ്റ്റി പെർഫോം ആയിട്ടുള്ള ജോബ് സ്പെസിഫിക് ആക്ടിവിറ്റീസ് എന്താണോ അവർ പറയുന്നത് അത് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അപ്പൊ ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അവർ എൻഷുർ ചെയ്യാനാണ് ഈ പറയുന്ന ഫിസിക്കലും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും അവർ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. സേഫ്റ്റി കൺട്രോൾ റോൾസ് ആയതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാൻ അവർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സെഷൻസ് ആണ് വരുന്നത്. ഒന്ന് വെയിറ്റ് ലിഫ്റ്റിംഗ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ടാസ്കും അതുപോലെ റണ്ണിങ് ടാസ്കും ആണ് വരുന്നത്. റണ്ണിങ് ഓക്കെ. അപ്പൊ 2 ടാസ്കുകളാണ് ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കലിൽ വരുന്നത്. എക്സാം എഴുതി നിങ്ങൾ CBT ക്വാളിഫൈ ആവുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ആ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് 2 ടാസ്കുകളാണ്. ഏതൊക്കെയാണ്? ഒന്ന് റണ്ണിങ്ങും ഒന്ന് വെയിറ്റ് എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. അപ്പൊ റണ്ണിങ് ആണെങ്കിൽ മെയിലിനും ഫീമെയിലിനും ഡിഫറെന്റ് ആയിട്ടാണ് ടൈം ലിമിറ്റ് പറയുന്നത്. ഡിസ്റ്റൻസ് സെയിം ആണ്, 1000 മീറ്റേഴ്സ് ആണ് ഈ മെയിലും ഫീമെയിലും എന്ത് ചെയ്യേണ്ടത്, ഓടി കയറേണ്ടത്. അതിന്റെ ടൈം ലിമിറ്റ് തന്നിട്ടുണ്ട്. മെയിൽ 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടായിരിക്കണം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 മിനിറ്റ് 15 സെക്കൻഡ് ആണെങ്കിൽ അതേസമയം ഫീമെയിൽ 1000 മീറ്റേഴ്സ് 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി വെയിറ്റ് ലിഫ്റ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിലേക്ക് മെയിലിന് വരുന്നത് 35 കിലോ. ഇതൊക്കെ എടുക്കുന്ന കുറെ പൊസിഷനും കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അടുക്കാറാവുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കാരണം ചാക്കൊക്കെ എടുക്കാനൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ടായിരിക്കണം. കാരണം എന്താണ് അവർ പറയുന്നുണ്ട്, ഒരൊറ്റ അറ്റംപ്റ്റേ നമുക്കുള്ളൂ, നമുക്ക് വെയിറ്റ് ഒന്നും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ചാക്കാണ് എടുത്ത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ തലയിലോ അല്ലെങ്കിൽ തോളിലോ വെച്ചാണ് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ഡ്രോപ്പ് ആവാതിരിക്കാനുള്ള കുറച്ച് പ്രാക്ടീസ് ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതൊക്കെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുമ്പോൾ ആണ്. അപ്പൊ ഇത് ഇത്രയും ടാസ്കുകളുണ്ട്, ഇത് എന്തായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഇപ്പോഴേ മനസ്സിലാക്കുക. ഇത് ഈസി ആയിട്ടുള്ള ടാസ്ക് ആണ്. ഏറ്റവും ഈ പറയുന്ന പോലെ SSC ആയാലും റെയിൽവേ ആയാലും അതെല്ലാം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് ഈ പറയുന്ന ഫിസിക്കൽ എൻഡ്യൂറൻസ് ടാസ്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഗ്രൂപ്പ് ഡിക്ക് കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പൊ വെയിറ്റ് വരുന്നത് 35 കിലോയും നമുക്ക് ഡിസ്റ്റൻസ് എത്രയാണ് 100 മീറ്റർ. ഈ 35 കിലോ എടുത്ത് 2 മിനിറ്റിനുള്ളിൽ കവർ ചെയ്യണം. 100 മീറ്ററേ ഉള്ളൂ നമുക്ക് ഈ ഒരു 35 കിലോ ആയിട്ട് ആൺകുട്ടികൾക്ക് എത്തേണ്ടത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു അറ്റംപ്റ്റ് ആണ് എല്ലാത്തിനും നമുക്കുള്ളത്. അതുപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് ടാസ്കിൽ ഫീമെയിലിനാണെങ്കിൽ 20 കിലോ വെയിറ്റ് 100 മീറ്ററിൽ 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുക. ആൺകുട്ടികൾക്കാണെങ്കിൽ 35 കിലോ ഭാരവും നമ്മുടെ പെൺകുട്ടികൾക്കാണെങ്കിൽ വെയിറ്റ് വരുന്നത് 20 kg ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. ഇത് എല്ലാവരെ കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻഡ്യൂറൻസ് ടാസ്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സിനും അവർക്ക് അവരുടേതായ വാക്കൻസീസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PWD കാൻഡിഡേറ്റ്സ് 40%-ഓളം ഡിസബിലിറ്റി കാണിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, PET അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ മെഡിക്കൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ, ആ മെഡിക്കൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. PWD കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ ഇല്ല, പക്ഷെ എന്തുണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ റെയിൽവേ കണ്ടക്ട് ചെയ്യും. ഓക്കെ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ഫിസിക്കൽ ടാസ്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ജോലി ഫിസിക്കലി എഫിഷ്യൻസി ഉള്ള ഒരു ടാസ്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ എന്ന് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ ഇത് ക്വാളിഫൈ ചെയ്താൽ അടുത്തുടനെ വരുന്നത് എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് തന്നെയാണ്, ഈ പറയുന്ന മെഡിക്കൽ കാറ്റഗറിയാണ്. കാരണം ഓരോ പൊസിഷനിലും ഇന്ന കാറ്റഗറിയിൽ പെടുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണമെന്ന് ആദ്യമേ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും എന്താണ്, വിഷൻ സ്റ്റാൻഡേർഡ് ആണ്. എടുത്തു പറയുകയാണ്, വിഷൻ ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് റെയിൽവേക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് വിഷൻ ടെസ്റ്റ് അവർ മസ്റ്റ് ആയിട്ട് നോക്കുന്ന കാര്യമാണ്. അപ്പൊ വിഷൻ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് വരുന്നത്, ഗ്രൂപ്പ് ഡിക്ക് വേണ്ടതായിട്ടുള്ള വിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് വരുന്നത് A2 എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതുപോലെ A3 കാറ്റഗറിയിൽ പെടുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. B1 കാറ്റഗറി ഉണ്ട്, C1 കാറ്റഗറി ഉണ്ട്. ഈ പറയുന്ന C1 ആണ് ഏറ്റവും റിലാക്സബിൾ ആയിട്ടുള്ള കാറ്റഗറി. C1 ആർക്ക് വേണം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, വലിയ പ്രധാനപ്പെട്ട പ്രശ്നമൊന്നും ഉള്ളവർക്കല്ല,
അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ C1 മോസ്റ്റ് റിലാക്സ്ഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്നത് 6/12 ഓർ 6/18 ആണ്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് 6/12 അല്ലെങ്കിൽ 6/18 റേഞ്ചിൽ നിങ്ങൾ അക്സെപ്റ്റബിൾ ആണെന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. കറക്ഷൻ ഉണ്ടാവാം. പക്ഷെ A2 ആണ് ഏറ്റവും സ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജോലി വരുന്നത് പോയിന്റ്സ്മാൻ ആണ്. പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഡ്യൂട്ടിക്കാണ് A2 സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ്സ്മാൻ എന്ത് മനസ്സിലാക്കുക, A2 സ്റ്റാൻഡേർഡ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കണ്ണാടി വെച്ചവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതൊരു കാര്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് എന്ത് വേണം, 6/9 മിനിമം നിങ്ങളുടെ കണ്ണിന് ആ ഒരു കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. നിയർ വിഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിഷൻ സ്റ്റാൻഡേർഡിൽ C1 ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാറ്റഗറി A2ഉം A3യും അതുപോലെ B1 കാൻഡിഡേറ്റ്സിനും എന്ത് വേണം, ഈ പറയുന്ന പോലെ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മീസോപിക് വിഷൻ എന്ന് തുടങ്ങിയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് തുടങ്ങിയ കുറച്ചധികം ടെസ്റ്റുകൾ, വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അതെല്ലാം ക്വാളിഫൈ ആവണം. C1 ആർക്ക് വളരെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നൈറ്റ് വിഷൻ ടെസ്റ്റുകളും കാര്യങ്ങളും ആയിരിക്കും ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും A2നും A3ക്കും B1 സ്റ്റാൻഡേർഡുകാർക്കും എന്ത് വരും, നിങ്ങൾക്ക് ഈ പറയുന്ന കളർ വിഷനും ബൈനോക്കുലർ വിഷനും നൈറ്റ് വിഷനും മീസോപിക് വിഷൻ ടെസ്റ്റുകളും എന്തായാലും മസ്റ്റായിട്ട് നടത്തും. A2 സ്റ്റാൻഡേർഡിൽ ഏത് കാഴ്ചശക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ഗ്ലാസസ്, കണ്ണാടി വെക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കണ്ണാടി വെക്കാതെ നിങ്ങൾക്ക് 6/9 കാണാൻ പറ്റണം. A3 ആണെങ്കിൽ വിത്തൗട്ട് ഗ്ലാസസ്, കാരണം കണ്ണാടി വെക്കാം, ഇതിനെന്താണ് ഗ്ലാസസ് യൂസ് ചെയ്യാം, 6/9 നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. B1 ആണെങ്കിൽ 6/9 to 6/12 റേഞ്ച് വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ആ ഒരു രീതിയിലാണ് ആ കണ്ടീഷൻ വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് ഡിക്ക് നമ്മൾ വിളിക്കുന്ന പോസ്റ്റുകൾക്ക് ഈ 4 സ്റ്റാൻഡേർഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് അവരുടെ റെയിൽവേയുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു സ്റ്റാൻഡേർഡ് ബോക്സ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് റെയിൽവേയുടെ സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. A2, A3, B1, B2, C1, C2 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. ഇവിടെ കണ്ടാൽ അറിയാം വിത്തൗട്ട് ഗ്ലാസസ് ആണ് A2 വരുന്നത്, വിത്തൗട്ട് ഗ്ലാസസ് 6/9 ആണ് A3 വരുന്നത്. B1 എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു കാര്യം പറയുന്നുണ്ട്, ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇനി ഓരോ പോസ്റ്റുകളിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ പോസ്റ്റുകൾ വരും. ആ ഓരോ പോസ്റ്റിന് ഇത്ര വാക്കൻസി എന്നൊക്കെ പറഞ്ഞ് വരും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. അപ്പൊ ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ മെഡിക്കൽ സ്റ്റാൻഡേർഡും കൂടെ കൊടുത്തിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ പോയിന്റ്സ്മാൻ B എന്ന് പറയുന്ന ട്രാഫിക് ഡ്യൂട്ടിക്ക് A2 സ്റ്റാൻഡേർഡ് ആണ് വേണത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. A2 സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ കണ്ണാടി വെക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ 6/9 വിഷൻ വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ പോയിന്റ്സ്മാൻ ഇമ്പോർട്ടന്റ് ആണ്, A2 സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അതുപോലെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് പോസ്റ്റ് എന്താണ്, A3 സ്റ്റാൻഡേർഡ് ആണ്. വിത്ത് ഗ്ലാസസ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, 6/9 വിഷൻ ഉണ്ടായിരിക്കണം. വിത്തൗട്ട് ഗ്ലാസസ് 6/9 വിഷൻ ഉള്ളതാണ് A2ഉം A3. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണ്ണിന്റെ കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി വരുന്നതെല്ലാം എന്താണ്, B1 സ്റ്റാൻഡേർഡ് ആണ്. ഏകദേശം കുറെ പോസ്റ്റുകൾ B1 സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. ഇത് എന്താണ്, നോർമലി 6/9 to 6/12 വിത്തൗട്ട് ഗ്ലാസസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അസിസ്റ്റന്റ് ബ്രിഡ്ജ്, കാരേജ് ആൻഡ് വേഗൺസ്, അസിസ്റ്റന്റ് TL ആൻഡ് AC എന്ന് പറയുന്നത്, TRD ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 പോസ്റ്റ് ഒക്കെ എന്തിലാണ് വരുന്നത്, B1 സ്റ്റാൻഡേർഡിലാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം. ഇനി ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പോയിന്റ്സ്മാൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവരെന്ത് ചെയ്യുന്നില്ല, സ്യൂട്ടബിലിറ്റി എന്താണ്, നമ്മുടെ വിഷൻ ഇമ്പയർഡ് ആയവർക്കും ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ളവർക്കും ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർക്കും മൾട്ടി ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന പോയിന്റ്സ്മാൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോ ആണ് അവർ കാണിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും എഞ്ചിനീയറിന്റെ ബ്രിഡ്ജിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കും എന്ത് പറ്റത്തില്ല, ഈ പോസ്റ്റിലേക്ക് അതായത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത 3 പോസ്റ്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4, അതുപോലെ പോയിന്റ്സ്മാൻ, അസിസ്റ്റന്റ് ബ്രിഡ്ജ്. ഇത്രയും 3 പോസ്റ്റുകൾ നിങ്ങൾക്ക് അതായത് PWD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനേ പറ്റില്ല. നിങ്ങൾ അതിൽ എന്തല്ല എലിജിബിൾ അല്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നതാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളുക. ബാക്കി പോസ്റ്റുകളിലൊക്കെ ചിലർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ചിലർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. B1 സ്റ്റാൻഡേർഡിൽ തന്നെ കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്ന മെക്കാനിക്കൽ പോസ്റ്റിലേക്ക് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒട്ടും വിഷൻ ബ്ലൈൻഡ് ആയവർക്കും ലോ വിഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ബാക്കിയുള്ള എല്ലാ
ഫിസിക്കൽ കാൻഡിഡേറ്റ്സിനും, അതായത് നമ്മുടെ PWD ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ളവർക്കും ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർക്കും മൾട്ടി ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഒക്കെ അതിൽ അപ്ലൈ ചെയ്യാം കാരേജ് ആൻഡ് വേക്കൻസ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ബോക്സ് നോക്കി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക. നിങ്ങൾക്ക് ഒട്ടും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത 3 ഉള്ളൂ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന്: ബ്രിഡ്ജ്, പോയിന്റ്സ്മാൻ, ട്രാക്ക് മെയിൻറ്റെയിനർ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതപ്പോൾ B1 പോസ്റ്റുകൾ നിങ്ങൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് C1 പോസ്റ്റ്. C1 പോസ്റ്റുകളാണ് ഇത്രയും കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് പലപ്പോഴും ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, വാക്കൻസി, സ്റ്റോറിന്റെ വാക്കൻസി ഒന്നും ഇപ്പൊ വിളിക്കുന്നില്ല. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരെ പറയാം സ്റ്റോറിന്റെ വാക്കൻസി ഇല്ല, ഹോസ്പിറ്റൽ അസിസ്റ്റന്റിന്റെ വാക്കൻസി ഇല്ല. ഇപ്പൊ കൂടുതലും വിളിക്കാറുള്ളത് എഞ്ചിനീയറിംഗിൻ്റെതും ഇലക്ട്രിക്കലിൻ്റെതും മെക്കാനിക്കലിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് ആൻഡ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പോസ്റ്റുകളാണ് കൂടുതലും വിളിക്കുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. C1 ഗ്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മെഡിക്കലി ഫിറ്റ് ആവണം അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആവണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതല്ലാണ്ട് ബാക്കി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് C1 കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന വാക്കൻസിയും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിക്കാൻ. പിന്നെ എല്ലാ പോസ്റ്റിലേക്കും, അതായത് നിങ്ങളിപ്പോൾ മെഡിക്കൽ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ജനറൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുന്നതാണ്. പ്രോപ്പർലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ബാക്കിയുള്ള ടെസ്റ്റുകളും എല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ പ്രോപ്പറാണോ, നിങ്ങളുടെ നോർമൽ കണ്ടീഷൻ ആണോ നിങ്ങളെന്നുള്ളൊരു കാര്യം, BP-യും കൊളസ്ട്രോളും ഇതെല്ലാം ചെക്ക് ചെയ്യും. അതെല്ലാം നിങ്ങൾ ഓക്കെ ആണോ എന്ന് അവർ പറയുന്ന ഒരു ബാർ ലൈനിലാണോ നിങ്ങൾ നിൽക്കുന്നതെന്ന് അവർ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നിങ്ങൾ പ്രതീക്ഷിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളാം. ഇനി വിഷൻ ആൻഡ് ഡിസബിലിറ്റി സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സേഫ്റ്റി ക്രിട്ടിക്കൽ നോൺ ഡിസബിലിറ്റി പോസ്റ്റുകൾ: ട്രാക്ക് മെയിൻറ്റെയിനർ പറ്റൂല, പോയിന്റ്സ്മാൻ പറ്റൂല, അസിസ്റ്റന്റ് ബ്രിഡ്ജ് ആർക്ക് പറ്റൂല, PWD കാൻഡിഡേറ്റ്സിന് പറ്റില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വിഷൻ ആൻഡ് ഡിസബിലിറ്റി സ്യൂട്ടബിലിറ്റീസ് പോസ്റ്റുകൾക്ക് ഏതിലൊക്കെയാണ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാം ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിന് അക്സെപ്റ്റഡ് ആണ് കേട്ടോ. PWD-കാർക്ക് എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണെങ്കിൽ അക്സെപ്റ്റഡ് ആണ്. ഇനി B1 കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ നിങ്ങൾക്ക് പറ്റും, സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ പറ്റും, TL ആൻഡ് AC-യുടെ ഇലക്ട്രിക്കൽ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷൻ ആൻഡ് ഡിസബിലിറ്റി സ്യൂട്ടബിലിറ്റി ഉള്ളവർക്കൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും ശ്രദ്ധിച്ചോളാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഫിസിക്കലിയും മെഡിക്കലിയും ഫിറ്റ് ആവണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫിറ്റ്നസ് നിങ്ങളുടെ ബാലൻസ് ഡയറ്റിലൂടെയും റെഗുലർ എക്സസൈസും സ്ലീപ്പും സ്ട്രെസ്സിന്റെ മാനേജ്മെന്റും ബാക്കിയുള്ള ഈ പറയുന്ന പോലെ സ്മോക്കിംഗ്, എക്സസീവ് ആയിട്ടുള്ള ഡ്രഗ് യൂസേജ്, അങ്ങനത്തെ ഒരു ആൽക്കഹോൾ യൂസേജ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ നാളത്തേക്ക് എന്ത് ചെയ്യുക, ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അപ്പോൾ ആ ഒരു എക്സാമിന് മുന്നേ ഒരു ജനറൽ ഹെൽത്ത് നിങ്ങളൊരു മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലൊരു രീതിയിലുള്ള ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇപ്പം അസുഖം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അന്ന് ആ ഒരു മെഡിക്കൽ സമയത്ത് ഒരു അസുഖം വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുക. നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും നമ്മുടെ ബോഡിയെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ റെഗുലർ ആയിട്ട് ഐ ചെക്കപ്പുകൾ നടത്തണം. ഐ ചെക്കപ്പ് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്യുക. നമ്മളിപ്പോൾ റെയിൽവേയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് B1 കാൻഡിഡേറ്റ്സിന് വരെ ലേസിക് ട്രീറ്റ്മെന്റ്, നമ്മുടെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് അവർ കാണാൻ പാടില്ല, ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉള്ള കറക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വേണം ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളൊരു ജനറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലർ ചെക്കപ്പുകൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റ്, നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടതായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ നല്ലൊരു ഫിസിക്കൽ എൻഡ്യൂറൻസ്, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പറയുന്ന റണ്ണിങ്ങും വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഫിസിക്കൽ എഫിഷ്യൻസിയും കൂടെ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ആ ഒരു സ്റ്റാമിനയും സൈക്ലിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും റെഗുലറിലായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഫിസിക്കലി മെഡിക്കലി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒരു സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കുക മാത്രമല്ല, നിങ്ങൾ മൈൻഡ് കൊണ്ട് നിങ്ങൾ മെന്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും ഭയങ്കരമായിട്ടും ഫിറ്റ് ആവാനായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത്രയും സമയം നിങ്ങൾക്കുണ്ട്, അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് വരുത്താൻ പറ്റുന്നതൊക്കെ ഇപ്പോൾ തന്നെ വരുത്തുക കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തോണം. ഒരൊറ്റ സ്റ്റേജ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഫിസിക്കലും മെഡിക്കലും ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായി ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ ആൻഡ് മെഡിക്കലിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനുള്ളത്. പോസ്റ്റുകൾ വെക്കുമ്പോൾ അതനുസരിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.